സഹോദരങ്ങളെ, ബറക്കത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ അൽ മുബാരികു ഹുവല്ലാഹു വഹ്ദഹു. ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഒരാളുടെ കയ്യിലും ബറക്കത്തിന്റെ നിയന്ത്രണമില്ല, അല്ലാഹുവിന്റെ കയ്യിലല്ലാതെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്ക് എങ്ങനെയാണ് ആരംഭിച്ചത്? തബാറകല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്, ബറക്കത്തുള്ളവനായിരിക്കുന്നു. സർവ നന്മകളും അതിൻ്റെ പൂർണ്ണതയും അതിൻ്റെ അങ്ങേറ്റവും ആർക്കുണ്ട്? തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്. സർവ അധികാരവും ആരുടെ കയ്യിലാണോ അവനാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളവൻ. ബറക്കത്ത് അള്ളാഹുവിൻ്റെതാണ്, അനുഗ്രഹം അള്ളാഹുവിൻ്റെതാണ്. അവൻ മാത്രമാണ് അനുഗ്രഹം നൽകുന്നവൻ. വേറെ ഒരാൾക്കും അനുഗ്രഹം നൽകാൻ കഴിയില്ല. ആരാണ് എൻ്റെ സഹോദരങ്ങളെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത്? നമ്മുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് നൽകുന്നവരല്ല, മറിച്ച് അവിടുത്തേക്ക് ബറക്കത്ത് ലഭിക്കാൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്സലാത്തിൽ ഇബ്രാഹിമിയ, നിസ്കാരത്തിലുള്ള സലാത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണമേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ബറക്കത്ത് ലഭിക്കാൻ അല്ലാഹുവിനോട് തേടണം. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും? മറ്റേതെങ്കിലും സൃഷ്ടികളുടെ കൈകളിൽ ബറക്കത്ത് ഉടമപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല.